ഹലോ എവരിവൺ. മഴക്കാലമാണ്, നല്ല മഴയൊക്കെ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുള്ളൂ. ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വെതറൊന്നും അല്ല, പക്ഷേ നമ്മൾ ഓടിക്കുന്ന വണ്ടി ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് കോൾഡ് ദ ടൊയോട്ട ടേസർ. നിങ്ങൾക്കറിയാം, മാരുതി ഫ്രോങ്സിൻ്റെ തന്നെ ഒരു ടൊയോട്ട വേർഷനാണ്. മാരുതി ടൊയോട്ട ടൈപ്പിൽ മറിയോട്ടയിൽ നമുക്ക് കുറേയധികം വണ്ടികൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ബെലേനോ ഗ്ലാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാറ ഹൈറൈഡർ ഉണ്ട്, എർട്ടിഗ റുമിയോൺ ഉണ്ട്. അതുപോലെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള 4ാമത്തെ ഓഫറിംഗ് ആണ് ഫ്രോങ്സും ടേസറും. ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് അർബൻ ക്രൂസർ ടേസർ എന്നാണ്. അപ്പോൾ അതായത് മുന്നേ അർബൻ ക്രൂസർ ഉണ്ടായിരുന്നു നമ്മുടെ ബ്രസൈഡ് ഈക്വലൻ്റ് ആയിട്ട്. ഇപ്പോൾ നമുക്ക് അത് നിർത്തിയപ്പോൾ അർബൻ ക്രൂസർ ഹൈ റൈഡർ കിട്ടി, അതുപോലെ തന്നെ അർബൻ ക്രൂസർ ടേസർ കിട്ടി. ഇനിയിപ്പോൾ അർബൻ ക്രൂസർ ലോ റൈഡർ വരുമായിരിക്കും. അപ്പോൾ ഇത് ഫ്രോങ് സൈഡിലുള്ള മെയിൻ വ്യത്യാസം ഫ്രണ്ടിലെ ഡിസൈനാണ്. ഫ്രണ്ടിൽ ബമ്പറൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ്. ഹെഡ്ലൈറ്റ്സ് ഒക്കെ സെയിം ആണ്, പക്ഷേ എന്നാൽ ആ ഗ്രില്ലിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. ഇതിനൊരു ഹൈ ക്രോസ് പോലത്തെ ഒരു ഗ്രില്ല് അവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ടൊയോട്ടയുടെ ആ ഒരു ഇൻവേർട്ടഡ് ട്രപ്പിസോയിഡൽ പോലത്തെ ഒരു ഗ്രില്ലാണ് ഇതിന് കൊടുത്തേക്കുന്നത്. DRLs ഡിഫറൻ്റ് ആണ്. ഫ്രോങ്സിൽ ആ ട്രിപ്പിൾ LED ഡീറ്റെയിൽ വരുന്നിടത്ത് ഇതിനൊരു നമ്മൾ ഹൈ റൈഡിൽ കണ്ട പോലത്തെ ഒരു സിമ്പിൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു LED സിഗ്നേച്ചറാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ഇതിനൊരു പുതുമയുണ്ടെങ്കിലും എന്തുകൊണ്ടോ ഫ്രോങ്സിൻ്റെ ഡിസൈനാണ് കുറച്ചും കൂടി കൊഹീസീവായിട്ട് തോന്നുന്നത്. കാരണം ആ ഗ്രില്ലിൻ്റെ ഷേപ്പൊക്കെ ഹെഡ് ലാംപ്സ് ആയിട്ട് മിമിക് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എയർ ഡാമിൻ്റെ ലോവർ ഹാഫിൻ്റെ ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ ഗ്രില്ലിന് വന്നേക്കുന്നത്. പക്ഷേ എന്നാലും എവിടെയോ ഒരു ചെറിയൊരു മിസ്മാച്ച് പോലെ തോന്നുന്നുണ്ട്. മേ ബി അത് കൂടുതൽ കണ്ടതുകൊണ്ടായിരിക്കാം. ബാക്കിലേക്ക് വരുമ്പോഴും നമുക്ക് ഇതിലൊരു ചെറിയ മിസ്മാച്ച് കാണാൻ പറ്റും. ഇവർ ടെയിൽ ലൈറ്റ്സ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഔട്ടർ പാർട്ട് മാത്രമേ റീഡിസൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഫ്രണ്ടിലത്തെ DRL പോലത്തെ ചെറിയ തിന്നായിട്ടുള്ള എലമെൻറ്റ് കൊടുത്തു. പക്ഷേ നടുക്കുള്ള കണക്റ്റിംഗ് ബിറ്റിൽ നമുക്ക് ഫ്രോങ്സിൽ അതേ തിക്കായിട്ടുള്ള LED എലമെൻറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് രണ്ടും തമ്മിലൊരു ചേർച്ചക്കുറവുണ്ട് ആ ജോയിൻ ചെയ്യണ ഭാഗത്ത്. അത് വൺസ് യു സീ ഇറ്റ് യു കാൻ അൺസീ ഇറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഡീറ്റെയിലാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ശ്രദ്ധയിൽപ്പെടും. ബട്ട് ഓവറോൾ ഡിഫറൻസിയേഷൻ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഫ്രോങ്സിൽ നിന്ന് വലിയ കോസ്റ്റ് വരാത്ത രീതിയിൽ ഒരു ചെറിയ രീതിയിലുള്ള ഡിഫറൻസിയേഷൻ ആണെങ്കിലും അത് എഫക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള അലോയ് വീൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ച് പെയിൻറ്റ് ഇതിന് യുണീക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രൈറ്റ് കളറിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഫ്രോങ്സ് വേണമെന്നുണ്ടെങ്കിൽ ബൈ ദ ടേസർ. അത് മാത്രമല്ല നമുക്ക് എക്സ്ട്രാ 1 year വാറണ്ടി കിട്ടുന്നുണ്ട്. മാരുതി അവരുടെ വണ്ടിക്ക് 2 years വാറണ്ടി കൊടുക്കുന്നുള്ളൂ. പക്ഷേ ടൊയോട്ട അവരുടെ കൂട്ടുകാരുടെ വണ്ടിയിൽ നല്ല വിശ്വാസമുള്ളതുകൊണ്ട് അതിന് 3 years വാറണ്ടി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ ബാഡ്ജ് എഞ്ചിനീയറിംഗ് കുറച്ച് ബോറിംഗ് ആണ്. കാരണം നമ്മളൊരു ടൊയോട്ട മേടിക്കാൻ പോയാൽ നമുക്ക് കിട്ടുന്നത് പലപ്പോഴും ഒരു മാരുതിയാണ്. നമ്മൾ ഈ ടൊയോട്ട എന്ന് പറയുന്ന ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ റിലയബിലിറ്റി. ഓക്കെ, മാരുതി ആയതുകൊണ്ട് ഡ്യൂറബിലിറ്റിയും റിലയബിലിറ്റി ഒന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഒരു ടൊയോട്ട മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ലെജൻഡറി സംഭവം അല്ല നമുക്കിപ്പോൾ കിട്ടുന്നത്. നമുക്കൊരു മാരുതിയാണ് കിട്ടുന്നത്. നമുക്ക് മാരുതിയാണെന്ന് അറിയുകയും കൂടി ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ അതിനൊരു ആ ബ്രാൻഡിൻ്റെ ക്വാളിറ്റീസിന് ഒരു ചെറിയൊരു ഡൈല്യൂഷൻ വന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. പക്ഷേ ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ ടൊയോട്ടയും അതിൻ്റെ ഡീലേഴ്സൊക്കെ ഇന്ത്യയിൽ സർവൈവ് ചെയ്തത് ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി കൊണ്ടാണ്. കാരണം അവർ സ്വന്തമായി പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയിൽ അത് വയബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും കോസ്റ്റ് വരും, വിച്ച് ദേ കാൺ ഡു. പിന്നുള്ളത് മാർക്കറ്റിൽ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എടുത്തിട്ട് സ്വന്തം ബ്രാൻഡിൽ വിൽക്കുക എന്നുള്ളതാണ്. ഉസ്താദ് ഹോട്ടലിൽ ബിരിയാണി എടുത്തിട്ട് നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ കൊടുത്ത പോലെ ടൊയോട്ട ഇന്ത്യയുടെ പ്രോഫിറ്റ്സിൻ്റെ 44% കഴിഞ്ഞ കൊല്ലം മാരുതി പ്രോഡക്ട്സ് വിറ്റിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദാറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട്. ബാക്കിയൊക്കെയാണ് ഫോർച്യൂണറും ഹൈലക്സൊക്കെ വിറ്റൊക്കെ നമുക്കറിയാം. ആൻഡ് ഇനി 44% എന്നുള്ളത് പിന്നെയും കൂടും എന്ന് വേണം കരുതാനായിട്ട്. കാരണം ഇപ്പോൾ അവർക്ക് കിട്ടിയേക്കുന്നത് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. ഫ്രോങ്സ് മാർക്കറ്റിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഷോർട്ട് ടൈം കൊണ്ട് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരുവിധം ആളുകൾക്കൊക്കെ വേണ്ട പോലത്തെ ഒരു സ്റ്റൈലിംഗ് ആണ്. കുറച്ച് റേസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഈ ബെലേനോനയിലും കുറച്ചും കൂടിയും റേസ്ഡ് ആയിട്ട് നമുക്ക് പൊക്കത്തിൽ ഇരിക്കാവുന്ന ഒരു സസ്പെൻഷൻ സെറ്റപ്പും അതുപോലെ ഒരു ഡ്രൈവിംഗ് പൊസിഷനൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ച് റഗഡായിട്ടുള്ള ബോഡി പാനൽസ് ഒക്കെ വരുന്നുണ്ട്. ഓൾദോ സെയിം കാറാണ്, എസെൻഷ്യലി ഷെല്ലൊക്കെ സെയിം ആണെങ്കിലും അവർ നല്ല രീതിയിൽ റീസ്കിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബെലേനോ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ എസ്പെഷ്യലി ബാക്കിലെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിംഗ്, റൂഫ് ലൈനിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ നമുക്ക് തോന്നും. ഇപ്പോൾ ഇതൊരു ടൊയോട്ട ഷോറൂമിൽ നമ്മളൊരു ഗ്ലാൻസ് ആയിട്ട് സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ മിക്കവാറും ഇതിൻ്റെ അടുത്തേക്കേ പോവുള്ളൂ. കാരണം ഇതിന് ഇത്രയും കൂടി അവർക്ക് വേണ്ട പോലത്തെ ഒരു ക്രോസ് ഓവർ സ്റ്റൈലിംഗ് ഉണ്ട്, ബിഗർ വീലാർച്ച് ഉണ്ട്, കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇത് സെഗ്മെൻറ്റ് വൈസ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കാരണം ആൾക്കാർ ഇതൊരു ബ്രസ, നെക്സോൺ, മെന്യൂ അതിൻ്റെയൊക്കെ ഒരു കോമ്പറ്റീഷനായിട്ട് കാണുമെങ്കിലും ഇത് ആക്ച്വലി അതിൻ്റെ സബ് സെഗ്മെൻ്റ് ആണ്. ഇത് കുറച്ചും കൂടിയും കൈഗർ, മാഗ്നൈറ്റ് അല്ലെങ്കിൽ ഒരു സിട്രോയിൻ C3 ഒക്കെ ഒരു സെഗ്മെൻ്റ് ആയിട്ടാണ് ശരിക്കും ഇത് കോമ്പീറ്റ് ചെയ്യണത്. അതിൻ്റെയൊക്കെ 1 liter ടർബോ പെട്രോൾ എഞ്ചിൻസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് കൂടുതൽ കോമ്പറ്റീഷൻ തോന്നുന്നത്. ഇൻ ടേംസ് ഓഫ് പവറും ആ ഒരു സെഗ്മെൻറ്റിലാണ് വെച്ചത്. കാരണം ഇതൊരു ഹാച്ച് ബാക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ ആണ്. ബട്ട് പ്രൈസിങ് കൊണ്ട് കുറച്ചും കൂടി ഒരു ബ്രസയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ബട്ട് ദെൻ അഗൈൻ ഇതിൻ്റെ ജനറൽ ക്വാളിറ്റിയും ആ ഒരു ക്യാബിൻ്റെ ആംബിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഇൻഫിനിറ്റ്ലി ബെറ്റർ. നമ്മളിപ്പോൾ ഒരു നിസാൻ മാഗ്നൈറ്റ് അല്ലെങ്കിൽ ഒരു റെനോ കൈഗറിനെ വെച്ച് നോക്കുമ്പോൾ ഇൻറ്റീരിയർ ക്വാളിറ്റിയൊക്കെ വളരെ നല്ലതാണ്. ഈവൻ ബ്രസേനയിലും ബെറ്ററാണ്. ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയും നല്ല മെറ്റീരിയൽസ് ആണ്, കുറേ കൂടിയും ബെറ്റർ ടെക്സ്റ്റേഴ്സ് ആണ്. ആൻഡ് അതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ തന്നെ കുറച്ചും കൂടി അപ്പീലിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ഫ്രോങ്സ് ആയിട്ട് യാതൊരു വ്യത്യാസമില്ല. ഡാഷ്ബോർഡ് ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് ആകെ സ്റ്റിയറിംഗിലുള്ള ഈ ഒരു ലോഗോ മാത്രമേ വ്യത്യാസമുള്ളൂ. സ്റ്റിയറിംഗ് വളരെ നല്ലൊരു സൈസാണ്. നമുക്ക് ലെതർ റാപ്ഡ് ആണ്, ഫ്ലാറ്റ് ബോട്ടം ആണ്. നമ്മൾ കോമൺ ആയിട്ട് മാരുതി പ്രോഡക്ട്സിലൊക്കെ കാണുന്ന സെയിം സ്റ്റിയറിംഗ് തന്നെയാണ് ഇതിലുള്ളതും. ഗേജസ് ഒക്കെ വളരെ നീറ്റാണ്. നമുക്കിവിടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെയാണ്, റെസ്പോൺസീവ് ആണ്. അതുപോലെ നമുക്ക് ലോവർ ഹാഫിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ക്ലൈമറ്റ് കൺട്രോൾ AC ഉണ്ട്. അതിൻ്റെ താഴെ ഈ ഒരു കൺസോൾ ഉണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡറും ഫ്രണ്ടിലൊരു വയർലെസ് ചാർജിങ്ങിനുള്ളൊരു പ്രൊവിഷനും ഉണ്ട്.
എർഗണോമിക്സ് ഒക്കെ വളരെ നല്ലതാണ്. നമ്മൾ സീറ്റ്സ് ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ്. സൈഡിൽ നല്ല ബോൾസ്റ്ററിംഗ് ഒക്കെ ഉണ്ട്. സീറ്റ്സ് ഇത്തിരി സോഫ്റ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇത്തിരി ഫേം ആയിട്ടുള്ള സീറ്റ്സ് ആണ് കുറച്ചും കൂടി ഐഡിയൽ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് കയറി ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു സോഫയിൽ ഇരിക്കുന്ന പോലത്തെ നല്ല കുഷനിങ് ഒക്കെ ഉള്ള പോലത്തെ ഒരു സീറ്റാണ്. നല്ല വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഈ ഒരു ഗ്ലാൻസേനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ടേസറിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബോണ്ടിൻ്റെ എഡ്ജ് കുറച്ചും കൂടി കാണാൻ പറ്റും. കാരണം ഫ്ലാറ്റ് ആണ് കുറച്ചും കൂടി ബോണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എഡ്ജ് എവിടെയാണെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ വിസിബിലിറ്റി കിട്ടും. കുറേ ഡ്രൈവേഴ്സ് പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദേ മൈറ്റ് ലൈക്ക് ഇറ്റ്. ഈവൻ ദോ അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം 360 ഡിഗ്രി ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പാർക്ക് ചെയ്യുമ്പോഴും നമുക്ക് കോർണേഴ്സ് എവിടെയാണെന്നൊക്കെ ജഡ്ജ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ബാക്ക് സീറ്റിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് സീറ്റ് നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ആവശ്യത്തിന് ലെഗ് റൂം ഉണ്ട്. 4 മീറ്ററിൽ മാക്സിമം ഒരു നല്ല രീതിയിലുള്ള ഒരു പാക്കേജിംഗ് ആണ് നമ്മൾ ഈ ബെലിനോ ഗ്ലാൻസയിൽ കണ്ടത്. അപ്പോൾ അത് തന്നെ ഫ്രോങ്സിലേക്കും ടേസറിലേക്കും വന്നിട്ടുണ്ട്. ബാക്ക് സീറ്റിൻ്റെ റിക്ലൈനൊക്കെ നല്ലൊരു ആംഗിളാണ്. ഒരുവിധം വീതിയുള്ള സീറ്റാണ്. ബാക്കിൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റും. 3 ഹെഡ് റെസ്റ്റ് ഉണ്ട്, 3 സീറ്റ് ബെൽറ്റ്സും ഉണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് ബക്കിൾ ചെയ്തിട്ടേക്കണോണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഫ്രോങ്സിലുള്ള പോലെ ഇതിലും സീറ്റിന് ലോഡ് സെൻസർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ബക്കിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 90 സെക്കൻഡ്സോളം ഇത് ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് അനോയിങ് ആണ്. ഈ വക കാര്യങ്ങളൊക്കെ ഇത്ര എക്സ്പെൻസീവ് വണ്ടിയിൽ മാരുതി ലാഭിക്കണമെന്ന് നമുക്ക് വിഷമം തോന്നും. ഇങ്ങനത്തെ ചീപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യരുതെന്നുള്ള കൂട്ടുകാരനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ടൊയോട്ട ഇനിയെങ്കിലും ശ്രമിക്കേണ്ടതാണ്. ബൂട്ട് റീസണബിൾ സൈസ് ഉണ്ട്, 308 ലിറ്റേഴ്സ് ആണ്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ്. ലോഡിംഗ് ലിപ്പ് കുറച്ച് ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒബ്ജക്ട്സ് ഒക്കെ എടുത്ത് വെക്കണമെങ്കിൽ ഇത്തിരി പൊക്കി വെക്കേണ്ടി വരും. പക്ഷേ എന്നാലും ഒരു റീസണബിളി നല്ല ഷേപ്പിലുള്ള ഒരു ബൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കാലിറ്റി അത്ര കോംപ്രമൈസ് ചെയ്യുന്നില്ല. ബാക്ക് സീറ്റ്സിന് 60-40 സ്പ്ലിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ പ്രാക്ടിക്കാലിറ്റി അങ്ങനെയും കിട്ടുന്നുണ്ട്. ടേസറിന് 2 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കൊരു 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോളും ഉണ്ട്. ഫ്രോങ്സിലുള്ള സെയിം എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ ആണ്. 4 സിലിണ്ടറിൻ്റെ കൂടെ നമുക്ക് AMT ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ 3 സിലിണ്ടറിൻ്റെ കൂടെ നമുക്ക് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഓടിക്കുന്ന വണ്ടി 1 ലിറ്റർ ടർബോ ആണ് വിത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇത് നമുക്ക് പണ്ട് ബെലിനോ RSൽ കിട്ടിയ സെയിം എഞ്ചിനാണ്. അത് അന്നൊരു പെർഫോമൻസ് കാറാണെന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്തപ്പോൾ എല്ലാവരും പുച്ഛിച്ചു. പക്ഷേ എന്നാലും ഫ്രോങ്സിൽ എഞ്ചിൻ കൊടുത്തപ്പോഴത്തേക്ക് ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ഫ്രോങ്സിന് അത്യാവശ്യം പവർ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ കുറേ റീൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ 0 to 100 ടൈം ഒന്നും അത്ര ഇംപ്രസീവ് അല്ല. നമുക്കൊരു 12 സെക്കൻഡ്സിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട്. അത്ര ഔട്ട്റൈറ്റ് പെർഫോമൻസ് ഒന്നും ഇല്ല. പക്ഷേ എന്നാലും നല്ല പാസിംഗ് പവർ ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് മിഡ് റേഞ്ച് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 3rd ഗിയറിൽ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ആക്സിലേറ്റ് ചെയ്യുകയാണെങ്കിൽ 3000 RPM ഇറ്റ് ഹാസ് എ സ്ട്രോങ് ഷോ. നല്ല രീതിയിൽ സ്പീഡ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫീൽസ് ഫാസ്റ്റ്. നമുക്ക് റോഡിലുള്ള ബാക്കി വണ്ടികളൊക്കെ അത്യാവശ്യം ക്വിക്കായിട്ടൊക്കെ ഓവർടേക്ക് ചെയ്യാം. ആൻഡ് ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടർബോ സ്പൂൾ ചെയ്യാണ്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ യു ഗെറ്റ് 16-17 കിലോമീറ്റർ. നമ്മളൊരു യൂഷ്വൽ കമ്മ്യൂട്ടിലൊക്കെ കുഴപ്പമില്ലാത്തൊരു ഫ്യൂൽ എഫിഷ്യൻസി ആണത്. എഞ്ചിൻ കുറച്ച് ഗ്രഫാണ്. നമുക്ക് ആ 3 സിലിണ്ടറിൻ്റെതായ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. വെറ്റ് റോഡ്സ് ആണ്, അപ്പോൾ കുറച്ച് കെയർഫുൾ ആവണം. ബ്രേക്സ് വലിയ കുഴപ്പമില്ല, കുറച്ച് സ്പഞ്ചിയാണ് പെഡൽ ഫീലൊക്കെ. പക്ഷേ എന്നാലും ദെൻ ഇറ്റ് സ്റ്റോപ്സ് വെൽ. ഇതിൻ്റെ റൈറ്റ് ക്വാളിറ്റി നമ്മൾ ഫ്രോങ്സിലും പറഞ്ഞിട്ടുണ്ട്, കുറച്ചൊരു സ്റ്റിഫർ സൈഡിലാണ്. ഇപ്പോൾ നമ്മളൊരു ഗ്ലാൻസ ബെലിനോനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഫേമർ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് ഹാൻഡ്ലിംഗ് വൈസ് അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം വണ്ടി കുറച്ചും കൂടിയും ഒരു സ്പോർട്ടിനെസ് നമുക്ക് ഇമീഡിയറ്റ്ലി തോന്നുന്നുണ്ട്. എന്നാലും ബ്രോക്കൺ റോഡ്സിലൊക്കെ നമുക്ക് അറിയാം കുറച്ചൊരു ഫേം സെറ്റപ്പ് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് റൈഡിൽ നമുക്കൊരു ബെലിനോയിലും ഗ്ലാൻസയിലും കിട്ടുന്ന ആ ഒരു ഫുൾ സസ്പെൻഷൻ്റെ ആ ഒരു പ്ലഷ്നെസ് ഇല്ലാന്ന് നമുക്ക് പലപ്പോഴും തോന്നും. ബട്ട് അതർ ദാൻ ദാറ്റ് സസ്പെൻഷൻ നമുക്ക് വേറെ കുറ്റമൊന്നും പറയാനില്ല. സ്റ്റിയറിങ്ങിനൊക്കെ റീസണബിൾ ഫീലൊക്കെ ഉണ്ട്. നമുക്ക് ഡെയിലി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ആൻഡ് വല്ലപ്പോഴും നമുക്കൊരു ഫൺ എലമെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എ ലങ് ഫുൾ ഓഫ് ആക്സിലറേഷൻ. ആൻഡ് ഇതിനൊരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട്. ഈ സീറ്റിൻ്റെ ഇടയിൽ ഒരു ലിഥിയം അയോൺ ബാറ്ററി പാക്ക് ഉണ്ട്. ഇവിടെ ഒരു ഗ്രാഫിക്സ് കാണിക്കുന്നുണ്ട് എവിടെ നിന്നാണ് പവർ വരുന്നത് എന്നുള്ളതൊക്കെ. അത് ആ ഒരു ഗ്രാഫിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓടിക്കുമ്പോൾ വേറെ വ്യത്യാസമൊന്നും തോന്നില്ല. ഇതുകൊണ്ട് യാതൊരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് തോന്നില്ല. നമ്മൾ സുസുക്കിയിലൊക്കെ യൂഷ്വലി കാണുന്ന ആ ഒരു വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ്. നമുക്ക് ഓടിക്കുമ്പോൾ യാതൊരു വ്യത്യാസമൊന്നും തോന്നില്ല. മേ ബി ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അല്ലാണ്ട് വില കൂടിയൊരു സാധനം മാരുതി ഒരു കാരണവശാലും ഒരു വണ്ടിയിൽ വെറുതെ കൊടുക്കില്ല. ഞാനത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഓടിക്കാൻ പല വണ്ടിയിലും വണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിലത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ഡിഫറൻസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ടൈസറിൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമായോ, ഇതിൻ്റെ സ്റ്റൈലിംഗ് ആണോ, നിങ്ങൾ ഫ്രോങ്സിൻ്റെ സ്റ്റൈലിംഗ് ആണോ കൂടുതൽ പ്രിഫർ ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വണ്ടിയായിട്ട് വേറൊരു ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.